ഇപ്പോൾ കേരളത്തിൽ ദേവസ്വം വകുപ്പ് ഈ അടുത്ത ദിവസങ്ങളിലായി കേരളത്തിലെ പ്രധാന ദേവസ്വം പ്രസിഡന്റുമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ദേവാരണ്യം പദ്ധതി ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ക്ഷേത്രങ്ങളുടെ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ഔഷധ ചെടികൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ആ ചടങ്ങ്. വനം വകുപ്പ് സൗജന്യമായിട്ട് വിവിധ ഇനം വൃക്ഷച്ചെടികൾ ദേവസ്വത്തിലേക്ക് നൽകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ക്ഷേത്രങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാനത് ആവശ്യമാണ്. അപ്പോൾ പല ക്ഷേത്രങ്ങളും ക്ഷേത്ര ഭൂമികൾ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുക. ഏക്കർ കണക്കിന് ഭൂമിയുള്ള പല ക്ഷേത്രങ്ങളുടെയും ഇന്ന് വരുമാനവും കുറയുന്നു. ഇതൊക്കെ കാരണം ദേവസ്വം ഭൂമിയാണ് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് കയ്യേറ്റങ്ങളൊക്കെ നടക്കുന്നു. പലപ്പോഴും നമുക്കറിയാം, പലപ്പോഴും ക്ഷേത്രങ്ങളൊന്നും അതിർത്തി തിരിക്കാറില്ല. നമ്മൾ ഈ സ്വത്ത് വീട്ടുകാരുടെ സ്വത്ത് സംരക്ഷിക്കുന്ന പോലെയൊന്നും ക്ഷേത്രങ്ങളിൽ അങ്ങനെ മതില് കെട്ടി സംരക്ഷിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അന്യാധീനപ്പെട്ടു പോകാം. നേരെ മറിച്ച് ഇതൊക്കെ വയ്ക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ ആ പരിധി ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് വീശുന്ന കാറ്റ് അത് ശുദ്ധവായുവുള്ള ഒരു വായുവായിട്ട് അതിനെ മാറ്റാനും ഒക്കെ നമുക്ക് കഴിയണം. അപ്പോൾ അതുകൊണ്ടാണ് ദേവാരണ്യം പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡുകളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തുടർന്നുണ്ടാകും. ഇപ്പോൾ കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും 1200 ക്ഷേത്രങ്ങളുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണെങ്കിൽ അവർക്ക് ശബരിമല തന്നെ നല്ലൊരു വരുമാനമാണ്. മറ്റു പല ക്ഷേത്രങ്ങളും സംരക്ഷിക്കുന്നതും ആ വരുമാനം കൊണ്ടാണ്. എന്നാൽ കൊച്ചിയിൽ ഏതാണ്ട് വടക്കുന്നാഥിനുൾപ്പെടെ നേരത്തെ ദേവസ്വം ബോർഡിനോട് പ്രസിഡന്റിനോടെയും ചോദിക്കുകയാണ് അവിടെ എത്ര വരുമാനമുള്ള ക്ഷേത്രങ്ങൾ നിർണ്ണയിക്കുമ്പോൾ ആകെ 9 ക്ഷേത്രം മാത്രമേ വടക്കുന്നാഥിനുൾപ്പെടെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ. എന്നാൽ ഇതിലേറെ കഷ്ടമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥിതി ദേവസ്വം ബോർഡിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ജോലി മാത്രമേ. എല്ലാ ക്ഷേത്രങ്ങളും ഇൻഡിപെൻഡൻ്റ് ആണ്, ട്രസ്റ്റിമാരാണ് ആ ക്ഷേത്രങ്ങളുടെ മുഴുവൻ നിയന്ത്രണം. ഇപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന അവിടുത്തെ ട്രസ്റ്റി ബോർഡാണ്. അവിടെ ദേവസ്വം ബോർഡിന് കാര്യമായിട്ടുള്ള അവകാശങ്ങളൊന്നുമില്ല. ഇതൊക്കെ മാറ്റിക്കൊണ്ട് ദേവസ്വം ബോർഡുകൾക്ക് കൂടുതൽ അധികാരം, വരുമാനം കൂടിയാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും ദേവസ്വം ബോർഡുകൾക്ക് കൂടുതൽ അംഗീകാരങ്ങൾ കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ്. പിന്നെ നമുക്കറിയാം കേരളത്തിലെ പക്ഷേ പല പ്രധാന ക്ഷേത്രങ്ങളും സ്വന്തമായിട്ടുള്ള സംവിധാനങ്ങൾ. തൃശ്ശൂരാണെങ്കിൽ തിരുവമ്പാടി ദേവസ്വം, പാർമേക്കാവ് ദേവസ്വം, ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ദേവസ്വങ്ങളാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ ഗവൺമെൻറ് അംഗീകരിച്ച ഗുരുവായൂർ ദേവസ്വം ബോർഡും ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ബോർഡ്, ഇതെല്ലാം ട്രസ്റ്റി അല്ലേ, ഇതെല്ലാം അവരുടെ സെപ്പറേറ്റ് ദേവസ്വങ്ങളാണ്. ഇതെല്ലാം കൊച്ചി ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡുമാണ് ഇപ്പോൾ ഏറ്റവും വരുമാനത്തിൽ പുറകിൽ നിൽക്കുന്നത്. ഏറ്റവും പുറകിൽ നിൽക്കുന്ന മലബാർ ദേവസ്വമാണ്. സത്യത്തിൽ മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിക്കാതിരിക്കാൻ ഞങ്ങളൊക്കെ ഒരുപാട് ശ്രമിക്കുകയാണ്. ഇതിന് ഹൈക്കോടതിയാണ് എല്ലാവരും ചീത്ത പറഞ്ഞപ്പോഴാണ് നിവർത്തിയില്ലാതെ രൂപീകരിക്കേണ്ടി വന്നത്. പക്ഷെ അതിൻ്റെ സിസ്റ്റം മാറ്റണം എന്ന് പൊതുവായിട്ടൊരു ധാരണ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ക്ഷേത്രങ്ങൾ പരിപാലിക്കണം, നമ്മുടെ വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും കാത്തു സൂക്ഷിക്കണം. ഇപ്പോൾ നമുക്കുണ്ട് പല ആചാരങ്ങൾ നമുക്കുണ്ട്. ആ ആചാരങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചില അപകടങ്ങൾ പലപ്പോഴും വിശ്വാസ സമൂഹത്തിന് ചില ഭയപ്പാടുണ്ടാകുന്നു. ഇപ്പോൾ ആന എഴുന്നള്ളിപ്പ്, ചില സ്ഥലങ്ങളിൽ ആന അടയുന്നു എന്നുള്ള വാസ്തവമാണ്. പക്ഷെ അതിൻ്റെ ഒരു മൂലകാരണം പരിശോധിക്കുമ്പോൾ ആനേനെ പരിപാലിക്കുന്നതിൽ വരുന്ന വീഴ്ചയാണ് പലപ്പോഴും ആന അടഞ്ഞു കൂടുന്നതിൻ്റെ കാരണം. അല്ലാതെ ഒട്ടും പാടും കെട്ടിട്ടൊന്നും ആന അടഞ്ഞു കൂടാറില്ല. കാരണം ആനകളൊക്കെ പണ്ട് കാലത്തൊക്കെ ഉള്ളൊരു സംവിധാനം. പക്ഷെ ചില ജീവനക്കാർ ആനയെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കാതിരിക്കുമ്പോഴാണ് ആന വയലൻ്റ് ആയിപ്പോകുന്നത്. മനുഷ്യനും നമ്മൾ ദ്രോഹിക്കുമ്പോൾ നമ്മളും വയലൻ്റ് ആവുന്ന പോലെ ആനയും വയലൻ്റ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ ഒരിക്കട്ട് പരമാവധി ഇത്തവണ നമുക്കറിയാം പൂരത്തിൻ്റെ ഒരു പൊലിമ ഇത്തവണ നഷ്ടപ്പെടാൻ കാരണം വെടിക്കെട്ട അപകടത്തിൽ 14 പേരുടെ മരണം നമ്മൾ വളരെയധികം ദുഃഖത്തിലാക്കി. ഇതുപോലെ സംഭവങ്ങളിൽ മുൻകരുതലെടുത്തുകൊണ്ട് പൂരങ്ങൾ ഭംഗിയായിട്ട് നടത്തുക. ഇപ്പോൾ ദേവസ്വം ബോർഡുകളുടെ നിവേദനം തന്നിട്ടുണ്ട്, ആവശ്യത്തിന് എഴുന്നള്ളിക്കാൻ ആനകളെ കിട്ടുന്നില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ആനയെ നടക്കിയിരുത്തുന്നതിനും പരിമിതി. ഇപ്പോൾ ഗുരുവായൂർ 10-30 ആനകളാണ് ഈ എഴുന്നള്ളിക്കാൻ പറ്റുന്ന ആനകളെന്ന്.
അപ്പം അതിനെ തന്നെയാണ് നടക്കിയിരുത്തുന്നത് പ്രതീകാത്മകമായിട്ട്. കാരണം നടക്കിയിരുത്തുന്നതിന് ഇപ്പോൾ ബാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് നിവേദനം തന്നിട്ടുള്ള കൂടുതൽ ആനകളെ നടക്കിയിരുത്താനുള്ള സൗകര്യങ്ങൾ വേണമെന്നാണ്. പക്ഷെ ഇവിടെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിലും കോടതിയുടെ ഇടപെടലുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു വിവാദം ഉണ്ടാക്കുന്നില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളിലും കോടതി തന്നെ ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് വല്ല റോളുമുണ്ട്. ശബരിമലയിൽ സർക്കാരിനും റോളില്ല, ദേവസ്വത്തിനും റോളില്ല. ഹൈക്കോടതിയാണ് അവിടെ ഏത് പൂവ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്, എങ്ങനെ ക്യൂ നിൽക്കണം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേൽനോട്ട അവകാശം മാത്രമേ കോടതിക്ക് വരൂ. വക്കീൽമാരായിട്ടുള്ളവർക്കാണ് മേൽനോട്ടം ഓഡിറ്റിംഗ് അധികാരം. ദേവസ്വത്തിന് കൊടുക്കുന്ന ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ അധികാരം ഹൈക്കോടതിക്കുണ്ട്. അതല്ലാതെ സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കമ്മീഷണർ നിയമിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും കോടതിക്ക് ശരിക്കും പറഞ്ഞാൽ അവകാശമില്ല. പിന്നെ എല്ലാവരും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ നിയമിക്കാൻ സർക്കാർ ഇപ്പോൾ ഒരു പാനൽ കൊടുക്കണം ഹൈക്കോടതി. കൊച്ചിയിലത് വേണം, മലബാറിലും അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്താണ് 3 പ്രധാന ദേവസ്വം ബോർഡിൽ തിരുവിതാംകൂറിന് മാത്രം എന്താ ചെയ്യാതെ തീരുമാനമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങളുണ്ട്. അതിപ്പോൾ എല്ലാവരും കോടതിയോട് ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്ന് വിചാരിച്ച് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അമിതമായിട്ട് ഇടപെടൽ വേണമെന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഏതായാലും നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ട. നിയമസഭയിൽ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്, നിയമസഭയിൽ പിന്നെ ആരും പഠിക്കേണ്ടത്. പുറത്ത് പറയുമ്പോഴാണല്ലോ കോട്ടലക്ഷ്യം വരിക. കോട്ടലക്ഷ്യം എന്ന് പറയുന്നത് കോടതിയുടെ വിധിയെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ജഡ്ജിമാരെ വിമർശിക്കാൻ പാടില്ല. ഒരു ജഡ്ജി വിധി പ്രഖ്യാപിക്കുമ്പോൾ അത് മനഃപൂർവ്വം ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ജഡ്ജിമെന്റ് നടത്തിയെന്ന് പറഞ്ഞാൽ കോട്ടലക്ഷ്യമാണ്. എന്നാൽ വിധിയിലും തെറ്റുപറ്റാൻ മനുഷ്യനാണ്. വിധിയെ വിമർശിക്കാം, ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ല. അതാണ് കോട്ടലക്ഷ്യത്തിന്റെ എന്നത്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഭക്തജനങ്ങളുമായി എല്ലാം ചർച്ച ചെയ്തിട്ട് സർക്കാർ തീരുമാനം എടുക്കുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. അത് രണ്ടും പരിപാലിച്ചുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകും. ഏതായാലും ഈ ആൽമരം നടാൻ കിട്ടിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് അത് വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. കാരണം സ്ഥാനമാനങ്ങൾ ഇന്ന് വരും, നാളെ പോകും. പക്ഷെ ഇത് നട്ട് കഴിഞ്ഞ് വളർന്ന് പന്തലിക്കുമ്പോൾ നമ്മുടെ പേരൊന്നും ഉണ്ടാവും. ഈ തലമുറ മുഴുവൻ ഇത് ഓർക്കും. അതാണ് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ. വടക്കുന്നാഥിൻ്റെ ഒരു ഭാഗ്യമാണ്. തൃശ്ശൂർ വന്നാൽ വടക്കുന്നാഥിനെ കണ്ടിട്ടേ മറ്റെവിടെയും പോകാവുന്നതാണ് നിയമം. അങ്ങനെ ഇവിടെ ദേവസ്വത്തിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ തന്നെ വന്നെങ്കിലും ചടങ്ങ് നിർവഹിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.